കുറെ അബദ്ധങ്ങളും അതേപോലെ തന്നെ കുറെ നല്ല കാര്യങ്ങളും ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഞാനും കിച്ചും കൂടെ ഒരു യാത്ര പോകും. അപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുള്ളൂ. കിച്ചുവിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തേക്ക്. പറഞ്ഞ സമയത്തേക്കായി ഒരുപാട് നേരത്തെ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ നടക്കാം. അതായിരുന്നു ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ നേരത്തെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളെ പോലെ തന്നെ അബദ്ധം പറ്റിയ കുറച്ച് പേരും കൂടെ ഒരുപാട് പേർക്ക് അങ്ങനെ മാറിപ്പോയിട്ടോ. പ്രോഗ്രാം നടത്തുന്ന സ്കൂളിലേക്കാണ് എല്ലാവരും പോയത്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലം പക്ഷെ വേറെയായിരുന്നു. കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. കിച്ചു ഒരു സ്കേറ്റിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിൽ മാത്രം ഓടിച്ച് ശീലമുള്ള ഞങ്ങൾക്ക് ഈ ട്രാക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. പക്ഷെ അവന് പറ്റാവുന്ന പോലെ അവൻ നന്നായിട്ട് ട്രൈ ചെയ്തു. ആദ്യത്തെ റൗണ്ട് പോയപ്പോൾ അവൻ നല്ല രീതിയിൽ ഉരുണ്ട് വീണു കേട്ടോ. പക്ഷെ അവൻ അതൊന്നും വകവയ്ക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് ഓടിയിട്ടോ. 200 മീറ്ററിൽ പുറകെയായി പോയെങ്കിലും 400 മീറ്ററിൽ അവൻ മൂന്നാമതായിട്ട് ഓടിയെത്തി. പിന്നെ വീടിന്റെ ഉള്ളിലും സ്കൂളിലെ കട്ട വിരിച്ച മുറ്റത്ത് മാത്രം ഓടിച്ചിട്ടുള്ളവർ ഇത്രയൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഇന്നൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് സേബൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നൊരു കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ ഞങ്ങളുടെ സേബൂട്ടി ടീനേജിലോട്ട് കിടക്കുവാണ്.